അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 10ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ 11ാം പാഠം അൽ മുത്തഖൂൻ. ഇതാണ് പാഠത്തിന്റെ പേര്. ഈ പാഠത്തിലൂടെ ലമീറുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്തിനാണ് ലമീറുകൾ ഉപയോഗിക്കുന്നത്, ലമീറിന്റെ ഉപയോഗം എന്താണ്, ലമീറിന്റെ ഉദാഹരണങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും എന്താണ് എന്ന് നമ്മൾ ഈ പാഠത്തിലൂടെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നു. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഹുമുല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. വഹും യുൻഫിഖൂന മാ റസഖഹുമുല്ലാഹ്, അല്ലാഹു അവർക്ക് നൽകിയതിൽ നിന്നവർ ചെലവഴിക്കുകയും ചെയ്യും. അന വശുറകാഇ മിനല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഞാനും എൻ്റെ കൂട്ടുകാരും. യാ അസ്ദിഖായി അഅൻതും തുഅ്മിനൂന ബിൽ ഗൈബി, എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ അഭൗതിക കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ലേ? പാഠത്തിലൂടെയുള്ള ലമീറിന്റെ വിശദീകരണം നമുക്ക് നോക്കാം. ഉത്തമ പുരുഷനെയോ മധ്യമ പുരുഷനെയോ സൂചിപ്പിക്കുന്ന മഅരിഫയായ നാമമാണ് ലമീർ അഥവാ സർവനാമം. വാക്യത്തിൽ നാമം പലതവണ ആവർത്തിക്കുമ്പോഴുണ്ടാകുന്ന അഭംഗി ഇല്ലാതാക്കാൻ അതിനു പകരം പ്രയോഗിക്കുന്ന പദമാണ് ലമീറുകൾ. പാഠഭാഗത്ത് നൽകപ്പെട്ട അവർ എന്നർത്ഥമുള്ള ഹും, ഞാൻ എന്നർത്ഥമുള്ള അന, നിങ്ങൾ എന്നർത്ഥമുള്ള അൻതും എന്നീ പദങ്ങളെല്ലാം ലമീറുകളാണ്. ലമീറുകളെല്ലാം മഅരിഫയാണ്, മറഞ്ഞത് അഥവാ പരോക്ഷമായത് അറബിയിൽ മുസ്തത്തിർ എന്ന് പറയും. അതുപോലെ വെളിവായത് അഥവാ പ്രത്യക്ഷമായത് അതിന് അറബിയിൽ പറയൽ ബാരിസ് എന്നാണ്. എന്നിങ്ങനെ ലമീറുകൾ രണ്ട് വിധമുണ്ട്: മുസ്തത്തിർ, ബാരിസ് അഥവാ മറഞ്ഞത്, വെളിവായത്. ജമീലുൻ, യദ്ഹബു, നഖൂമു, അഖൂമു എന്നിവയിലെല്ലാം ഉള്ളത് മറഞ്ഞ ലമീറുകളാണ്. അതായത് അഖൂമു, ഞാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അന അഥവാ ഞാൻ എന്നർത്ഥമുള്ള ഒരു ലമീർ അതിൽ മറഞ്ഞു കിടപ്പുണ്ട്. നഖൂമു, ഞങ്ങൾ നിൽക്കും എന്നതിൽ നഹ്നു, ഞങ്ങൾ എന്നർത്ഥം വരുന്ന നഹ്നു എന്ന പദം സങ്കല്പിക്കപ്പെടുന്നുണ്ട്. യദ്ഹബു, അവൻ പോകുന്നു എന്നതിൽ ഹുവ അഥവാ അവൻ എന്ന ലമീർ അതിൽ അനുമാനിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ സങ്കല്പിക്കപ്പെടുന്ന ലമീറുകൾ മുസ്തത്തിറാണ് അഥവാ പരോക്ഷമായ ലമീറുകളാണ്. അതായത് പ്രത്യക്ഷത്തിൽ കാണാത്തതും ഫിഅലിന്റെ അകത്തായി കിടക്കുന്നതുമായ ലമീറാണ് അല്ലമീറുൽ മുസ്തത്തിർ. നീ എന്നർത്ഥം വരുന്ന അൻത, അവൻ എന്നർത്ഥം വരുന്ന ഹുവ, എന്നെ മാത്രം എന്നർത്ഥം വരുന്ന ഇയ്യായ, ഞാൻ എന്നർത്ഥം വരുന്ന അന എന്നിവയെല്ലാം ബാരിസായ ലമീറുകളാണ് അഥവാ ദൃശ്യമാകുന്ന ലമീറുകളാണ്. ആ ലമീറിന്റെ ഉദാഹരണങ്ങളാണ് അൻത, ഹുവ, ഇയ്യായ, അന എന്നിവയൊക്കെ. പ്രത്യക്ഷമായ ഈ ലമീറുകൾ മുത്തസിലും മുൻഫസിലുമുണ്ട്. പ്രത്യക്ഷമായ ഈ ലമീറുകൾ മുത്തസിലും മുൻഫസിലുമുണ്ട്. സദാ മറ്റൊരു പദവുമായി ചേർന്നു വരുന്നതും സ്വതന്ത്രമായി ഉച്ചരിക്കപ്പെടാത്തതുമായ ലമീറുകളാണ് ലമീർ മുത്തസിൽ അഥവാ അനുബന്ധ സർവനാമമെന്നാണ് അതിന് മലയാളത്തിൽ പറയുക. കലാമിന്റെ തുടക്കത്തിലും അനിവാര്യ ഘട്ടങ്ങളിലുമല്ലാതെ ഇല്ലയുടെ ശേഷവും മുത്തസിലായ ലമീർ വരികയില്ല. മുത്തസിലായ ലമീറുകൾക്ക് റഫ്അ്, നസ്ബ്, ജർ എന്നിങ്ങനെ 3 ഇഅ്റാബുകളും ചേരുന്നതാണ്. മുത്തസിലായ ലമീർ റഫ്ഇന്റെ സ്ഥാനത്ത് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട പദങ്ങളൊന്ന് നോക്കാം. ദഹബ, ദഹബാ, ദഹബു, ദഹബത്ത്, ദഹബത, ദഹബിന, ദഹബ്ത, ദഹബ്തുമാ, ദഹബ്തും, ദഹബ്തി, ദഹബ്തുമാ, ദഹബ്തുന്ന, ദഹബ്തു, ദഹബിന. ഈ 14 പദങ്ങളിൽ ദഹബ, ദഹബത്ത് എന്നിവയിലെ ലമീറുകൾ മുസ്തത്തിറായ ലമീറുകളാണ്. ദഹബ എന്നുള്ളതിലും ദഹബത്ത് എന്നുള്ളതിലുമുള്ള ലമീറുകൾ മുസ്തത്തിറായ അഥവാ മറഞ്ഞു കിടക്കുന്ന ലമീറുകളാണ്. എന്നാൽ ബാക്കിയുള്ള മറ്റു പദങ്ങളിൽ വന്ന ലമീറുകളെല്ലാം മുത്തസിലായ ലമീറുകളാണ്.
ഇനി നമുക്ക് മുത്തസിലായ ലമീർ നസ്ബിന്റെ സ്ഥാനത്ത് വരുമ്പോൾ ഉപയോഗിക്കുന്ന രൂപം നമുക്ക് നോക്കാം. ലറബഹു, ലറബഹുമാ, ലറബഹും, ലറബഹ, ലറബഹുമാ, ലറബഹുന്ന, ലറബക, ലറബകുമാ, ലറബക്കും, ലറബക്കി, ലറബകുമാ, ലറബകുന്ന, ലറബനി, ലറബന. ഇനി നമുക്ക് മുത്തസിലായ ലമീർ ജറിന്റെ സ്ഥാനത്ത് വരുമ്പോൾ ഉപയോഗിക്കുന്ന രൂപം നോക്കാം. ബൈതുഹു, ബൈതുഹുമാ, ബൈതുഹും, ബൈതുഹ, ബൈതുഹുമാ, ബൈതുഹുന്ന, ബൈതുക, ബൈതുകുമാ, ബൈതുക്കും, ബൈതുക്കി, ബൈതുകുമാ, ബൈതുകുന്ന, ബൈതി, ബൈതുന. ഇനി മറ്റൊരു പദവുമായി ചേരാതെ തനിയെ ഉച്ചരിക്കപ്പെടുന്ന സർവനാമമാണ് ലമീർ മുൻഫസിൽ. സ്വതന്ത്ര സർവനാമങ്ങൾ എന്നാണ് അതിനെ മലയാളത്തിൽ പറയുക. റഫിന് മാത്രം പ്രത്യേകമായുള്ള മുൻഫസിലായ ലമീറുകൾ നമുക്ക് നോക്കാം. ഇവകളിൽ ഇഅ്റാബ് സങ്കല്പിക്കപ്പെടും. ആ ലമീറുകളെ നമുക്ക് പരിചയപ്പെടാം. ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന, അൻത, അൻതുമാ, അൻതും, അൻതി, അൻതുമാ, അൻതുന്ന, അന, നഹ്നു. ഇനി നസ്ബിന് മാത്രം പ്രത്യേകമായുള്ള മുൻഫസിലായ ലമീറുകൾ പരിചയപ്പെടാം. ഇവയിൽ ഇഅ്റാബ് സങ്കല്പിക്കപ്പെടും. അവ നമുക്ക് നോക്കാം. ഇയ്യാഹു, ഇയ്യാഹുമാ, ഇയ്യാഹും, ഇയ്യാഹ, ഇയ്യാഹുമാ, ഇയ്യാഹുന്ന, ഇയ്യാക, ഇയ്യാകുമാ, ഇയ്യാക്കും, ഇയ്യാക്കി, ഇയ്യാകുമാ, ഇയ്യാകുന്ന, ഇയ്യായ, ഇയ്യാന. എന്ന് നമുക്ക് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. അല്ലമാഇറു നൗആനി മാഹുമ. ലമീറുകൾ രണ്ട് വിധമാണ്. അവ ഏവ? മുസ്തതിറുൻ വ ബാരിസുൻ. ഒന്ന് മുസ്തതിറാണ്, മറ്റൊന്ന് ബാരിസാണ്. ലാ യുബ്ദഉ നുത്ഖു ബിമ. നുത്ഖ് അഥവാ സംസാരം തുടങ്ങുകയില്ല. എന്തുകൊണ്ട്? ലാ യുബ്ദഉ നുത്ഖു ബിമ, സംസാരം തുടങ്ങാനാവില്ല. ഏത് ലമീർ കൊണ്ട്? ബിൽ ലമീരിൽ മുത്തസിലി, മുത്തസിലായ ലമീർ കൊണ്ട്. അല്ലമീറുല്ലദീ ലാ യഖഉ ബഅദ ഇല്ല മാ ഹുവ. ഇല്ലയുടെ ശേഷം വരാത്ത ലമീർ ഏതാണ്? അല്ലമീറുൽ മുത്തസിലു. അയ്യു ലമീരിൻ യകൂനു മർഫൂഅൽ മഹല്ലി ഔ മൻസൂബഹു ഔ മജ്റൂറഹു. റഫ്അ്, നസ്ബ്, ജറ് എന്നീ മൂന്ന് ഇറാബുകളുടെയും സ്ഥാനത്ത് വരുന്ന ലമീർ ഏതാണ്? അല്ലമീറുൽ മുത്തസിലു. അഞ്ചാമത്തെ ചോദ്യം, അല്ലമീറുല്ലദീ ലാ യകൂനു മജ്റൂറൻ മാ ഹുവ. ജറ് ചെയ്യപ്പെടാത്ത ലമീർ ഏത്? അല്ലമീറുൽ മുൻഫസിലു, ലമീർ മുൻഫസിൽ. ഇനി നമുക്ക് വ്യക്തമാക്കാനുള്ള ചില ഭാഗങ്ങൾ നോക്കാം. അല്ലമീറുൽ മുൻഫസിലു, മുൻഫസിലായ മർഫുവായ. അല്ലമീറുൽ മുൻഫസിലുൽ മർഫു, മർഫുവായ മുൻഫസിലായ ലമീർ, മർഫുആയ ലമീർ മുൻഫസിൽ വ്യക്തമാക്കാം. ഹുവ, ഹുമാഹും, ഹിയ, ഹുമാഹുന്ന, അൻത, അൻതുമാ, അൻതും, അൻതി, അൻതുമാ, അൻതുന്ന, അന, നഹ്നു. ഇനി അല്ലമീറുൽ മുൻഫസിലു അൽ മൻസൂബ്, മൻസൂബാക്കപ്പെട്ട ലമീർ മുൻഫസിൽ നമുക്ക് വ്യക്തമാക്കാം. ഇയ്യാഹു, ഇയ്യാഹുമാ, ഇയ്യാഹും, ഇയ്യാഹ, ഇയ്യാഹുമാ, ഇയ്യാഹുന്ന, ഇയ്യാക, ഇയ്യാകുമാ, ഇയ്യാക്കും, ഇയ്യാക്കി, ഇയ്യാകുമാ, ഇയ്യാക്കുന്ന, ഇയ്യായ, ഇയ്യാന. എന്ന് നമുക്ക് ചില ഉദാഹരണങ്ങൾ കണ്ടെത്താം. അല്ലമീറുൽ മുസ്തതിർ, മുസ്തതിറായ ലമീറിന്റെ ഉദാഹരണം. മുസ്തതിറായ ലമീറിന്റെ ഉദാഹരണം അഖൂമു, നഖൂമു. അല്ലമീറുൽ ബാരിസുൽ മുത്തസിലു, മുത്തസിലായ ലമീർ ബാരിസിന്റെ ഉദാഹരണം ഫഅൽതു, ഉക്രിമുക. അല്ലമീറുൽ മുൻഫസിലുൽ മർഫുഉ, മർഫുആയ ലമീർ മുൻഫസിലിന്റെ ഉദാഹരണം ഹുവ, ഹുമാ. അല്ലമീറുൽ മുത്തസിലുൽ മജ്റൂറു, മജ്റൂറായ ലമീർ മുത്തസിലിന്റെ ഉദാഹരണം ബൈതുഹു, ബൈതുഹുമ.